ഇതൊരു മുഖ്യമന്ത്രി പറയുന്ന ഒരു ടെക്നിക്കാലിറ്റി അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചില്ല. കാരണം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന 1,00,000 രൂപ മാത്രമാണ് ഈ കമ്പനി രൂപീകരണ സമയത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നതിന്റെ കൃത്യമായ വാക്കുകൾ കടമെടുത്താൽ മകളോട് നീ പോയൊരു കമ്പനി തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റായി കിട്ടിയ പണം എടുത്ത് വീണയിൽ ഏൽപ്പിച്ചു. അപ്പൊ വീണയുടെ കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വീണ ഈ കമ്പനിയിലേക്ക് ലോൺ എമൗണ്ട് ആയി കൊണ്ടുവന്നിട്ടുള്ളത് 78,47,153 രൂപയാണ്. ഈ പണത്തിന്റെ അത് ആര് കൊടുത്തു, എവിടെ നിന്ന് വന്നു? ഇപ്പൊ പറഞ്ഞ പോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റായി 78 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റായി കമല തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന കമല വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന് മാത്രമല്ല, ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഇപ്പോ SFI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പനിയുടെ ഗ്യാരണ്ടിയർ കൂടിയാണ്. അതായത് വീണ അവൈലബിൾ അല്ലെങ്കിൽ അടുത്ത നോട്ടീസ് ലഭിക്കാൻ പോകുന്ന ഗ്യാരണ്ടിയർക്കാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് എക്സാലോജിക് കമ്പനിയുടെ ഗ്യാരണ്ടിയർ എന്നിവിടെ പലരും പരാമർശിക്കുക അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉള്ള കമല വിജയന് എത്ര ലക്ഷം രൂപയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്? അതിൽ എത്ര ലക്ഷം രൂപയാണ് വീണ വിജയന് കമ്പനി തുടങ്ങാൻ? എന്താണെങ്കിൽ 1,00,000 രൂപയുമായി ഷെയർ ക്യാപിറ്റലുമായി ബാംഗ്ലൂർ പോലെ ഒരു പട്ടണത്തിൽ ഒരു IT കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ലോജിക്കലായ ഒരു കാര്യമല്ല. അപ്പൊ എത്ര രൂപയാണ് കൊടുത്തത്? ആ കൊടുത്തത് പൂർണ്ണമായി ഇവിടുന്നാണോ? മാത്രമല്ല ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന പൈസ പൂർണ്ണമായും അക്കൗണ്ടിൽ ലഭിക്കുന്ന പൈസയാണ്. അപ്പൊ അക്കൗണ്ടിൽ നിന്നും എത്ര രൂപയാണ് വീണയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? വീണയുടെ കയ്യിൽ എന്താണെങ്കിലും 78,47,153 രൂപ വീണ ലോണായി കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ പണമൊന്നുമല്ല, അത് മുഖ്യമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വേറെ പണമൊന്നുമല്ല, എന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റായി കിട്ടിയ പണമാണ് വീണ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ 78,47,153 രൂപ കൃത്യമായും കമല വിജയൻ കൊടുത്തതാന്നുള്ളത് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഈ 78 ലക്ഷം രൂപ എവിടെ നിന്നും ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് കേരളത്തിൽ IASകാർക്ക് പോലും ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് 78 ലക്ഷം രൂപ കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തുക എവിടുന്ന് വന്നു എന്ന് മുഖ്യമന്ത്രി പറയണം. അല്ലെങ്കിൽ ഇവർ ലോൺ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇപ്പൊ അവരുടെ എൻട്രിയിൽ ബഹുമാനപ്പെട്ട സഖാവ് ഷാജഹാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി NBFCയിൽ നിന്നും ഞാൻ എന്റെ രേഖകൾ കളക്ട് ചെയ്ത് അതിനെതിരെ ഞാനൊരു പരാതി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് ഞാൻ നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ മേൽ കൃത്യമായി കാണിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു 77 ലക്ഷം രൂപയുടെ എൻട്രി കൃത്യമായി കർത്തയും, അതായത് CMRLന്റെ ഉടമസ്ഥരായ കർത്തയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡയറക്ടർമാരായ കമ്പനിയിൽ നിന്നും വീണയുടെ കമ്പനിയിലേക്ക് എൻട്രി ആയി വന്നിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. പക്ഷേ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ, ആ രണ്ട് കമ്പനി തമ്മിലുള്ള സുതാര്യമായ ഇടപാടുകൾക്കിടയിൽ പിന്നെ എന്തിനാണ് ആ കമ്പനിയുടെ ഓണർമാർക്ക് അവകാശമുള്ള അവരുടെ ഓണർഷിപ്പിലുള്ള NBFCയിൽ നിന്നും അൺസെക്വേർഡ് ലോൺ, കൃത്യമായി പറഞ്ഞാൽ യാതൊരു ഈടുമില്ലാത്ത വിശ്വസ്തതയിലൂടെ പുറത്ത് മാത്രം കൊടുക്കുന്ന ഒരു അൺസെക്വേർഡ് ലോൺ 77 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ആർക്കും ബോധ്യപ്പെടുന്ന രേഖയാണത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് കമ്പനിയുടെ സിംഗിൾ ഡയറക്ടർ ആയിട്ടുള്ള വീണ വിജയൻ, വീണ ടി, ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മിനിങ്ങാന്ന് ഇതേ വീണ തന്നെയാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും KSADC ആണ്. പക്ഷെ KSADCയുടെ ആവശ്യവും എന്തായിരുന്നു? എക്സിബിറ്റ് P12 ആയിട്ട് KSADC കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എക്സിബിറ്റ് P12 എന്ന് പറയുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഓർഡറാണ് യഥാർത്ഥത്തിൽ അവർ ചലഞ്ച് ചെയ്തത്. അതിനെ സ്റ്റേ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി KSADCയോട് ആവശ്യപ്പെട്ടത് എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിച്ചു വിട്ട അതേ പെറ്റീഷൻ ഒന്ന് പേര് മാറി റെസ്പോണ്ടന്റ്, ഇവിടുത്തെ എന്റെ പെറ്റീഷനിൽ റെസ്പോണ്ടന്റ് 4 എന്നുള്ളത് 5 ആയി കൃത്യമായി എക്സാലോജിക് കമ്പനി ഇന്ന് ഒരു പരാതി ജൂറിസ്ഡിക്ഷൻ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തുള്ള കമ്പനി എന്ന നിലയിൽ, അവിടെ വീണയുടെ കമ്പനി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കമ്പനി എന്ന നിലയിൽ അവർക്ക് അവിടെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതേ പരാതി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരാതി ഒരു റിട്ടാണ് അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത്. എന്റെ ഉറച്ച വിശ്വാസം ഒരു കോടതിയും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ അന്വേഷണത്തിൽ ഇടപെടാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ്.
ഇത് കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ആധികാരികമായി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 6 മാസക്കാലമായി നമ്മൾ കേട്ടിട്ടുള്ള വളരെ വിഖ്യാതമായ ഡയലോഗുകൾ നമുക്കറിയാം. മടിയിൽ കനമുള്ളവന് ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ, അതുപോലെ എന്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ അല്പം തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ എവിടെയെങ്കിലും അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടില്ല. എങ്കിൽ തന്നെയാണെങ്കിലും ഈ ഡയലോഗുകളൊക്കെ കൃത്യമായി കേരള സമൂഹത്തിന് മുമ്പിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അന്വേഷണത്തെ ഭയന്നുകൊണ്ട്. മാത്രമല്ല, ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, 31 തീയതിയാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. 31 മുതൽ 8 തീയതി വരെ ഇവർക്ക് കോടതിയിൽ പോകാനുള്ള സാഹചര്യമാണ്. പക്ഷേ KSIDCയിലും CMRലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിൽ നിന്നും നിർണായകമായ രേഖകൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരും അവിടെയുള്ള ആളുകളൊക്കെ ഇവരുടെ ആളുകളാണല്ലോ. അപ്പൊ നിർണായകമായ രേഖകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 8 തീയതി. ഈ 31 തീയതിനു ശേഷം 2 തീയതി 3 തീയതി ഒക്കെ കോടതി ഉണ്ടായിരുന്നു.